പടം ക്ലൈമാക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. മൊത്തത്തിലെത്തിയ കുറച്ച് ലാഗുകളുണ്ട്. സിനിമക്കാർക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഫിലിമാണ്. സ്ട്രഗ്ലിംഗ് ഫിലിം മേക്കേഴ്സിൻ്റെ നസ്ലിൻ സംഗീതം കുഴപ്പമില്ല ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് ഇഷ്ടപ്പെട്ടു നന്നായതുകൊണ്ട് പടം കുഴപ്പമില്ലാതെ തോന്നുന്നു. അല്ലെങ്കിൽ കുറച്ച് ലാഗും കുറച്ച് ലോജിക്കൽ പ്രോബ്ലം മറ്റെല്ലാം ഉണ്ട്. അതിന് അത്രയും പറ്റില്ല. ഉദയനത്തിന് വളരെ ഇൻറ്റൻസ് എഫക്റ്റുള്ള ഫിലിമാണ്. അത്ര ഇൻറ്റൻസിറ്റി ഒന്നുമില്ല. എന്നാലും ക്ലൈമാക്സ് കുഴപ്പമില്ല. ഡാർക്ക് ഹ്യൂമറൊക്കെയാണ്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ലാഗുകൾ തോന്നിയിട്ടുണ്ട്. പക്ഷേ ക്ലൈമാക്സ് തന്നെ തോന്നുന്നു. നന്നായിരുന്നു പടം. അടിപൊളിയായിരുന്നു. ആളുടെ സ്ഥിരം ആ ഒരു സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഡയറക്ടറുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും ബോറടിപ്പിക്കുന്ന ഒരു എലമെൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല പടം. അതെ അതേ ഒരു സ്റ്റൈലും ആ ഒരു ടച്ചും ആൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. നസ്ലിൻ അടിപൊളിയായിട്ടുണ്ട്. പടം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു അടിപൊളി എൻ്റർടൈനർ പടം തന്നെയാണ്. നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ഡയറക്ടറാണ് അഭിനവ് സുന്ദർ നായക്. നമ്മുടെ മൂലനാണ്ടി അസോസിയേഷൻ നമുക്ക് ഓൾറെഡി ഫെമിലിയറാണ്. അപ്പോൾ അയാളുടെ അടുത്തൊരു പടം എന്ന് പറയുമ്പോൾ ഹൈലി ആൻറ്റിസിപ്പേറ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെ ഡെലിവർ ചെയ്തിട്ടുണ്ട്. നല്ലൊരു എൻ്റർടൈനറാണ്. ഇതിനകത്തും ഡാർക്ക് ഹ്യൂമർ പരിപാടിയൊക്കെ ഉണ്ട്. സിനിമയ്ക്കുള്ളിലെ സിനിമ എന്നുള്ളത് നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതെല്ലാം സിനിമേനെ ഒരുപാട് ഗ്ലോറിഫൈ ചെയ്തിട്ട് മെലോ ഡ്രാമാറ്റിക് ആയിട്ടൊക്കെ കാണിച്ചിട്ടുള്ളത് വർഷങ്ങൾക്ക് ശേഷം പോലുള്ള സിനിമകൾ. പക്ഷേ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പരമാവധി നല്ല പച്ചയ്ക്ക് പറയേണ്ട പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കുറേ സിനിമക്കാർക്ക് അത് കൊള്ളുകയും ചെയ്യും. അത് ചിലപ്പോൾ ചില ഇഷ്യൂസ് ഉണ്ടായേക്കാം. പക്ഷേ റിയാലിറ്റി ബേസ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് രീതിയിൽ ചെയ്തിട്ടുണ്ട്. നസ്ലിൻ്റെ കിടിലൻ പെർഫോമൻസാണ്. നസ്ലിൻ ഇതുവരെ കണ്ടിട്ടുള്ള സാധാ കോമഡി റോളിൽ നിന്ന് മാറിയിട്ട് വളരെ മെച്യൂർഡായിട്ടുള്ള ഒരു പെർഫോമൻസാണ് ഇന്നത്തെ ചെയ്തിട്ടുള്ളത്. പല പല ടൈമിൽ ചെറുപ്പം മുതൽ ഒരു അഡൾട്ടായിട്ടുള്ള രീതിയിൽ വരെ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നസ്ലിൻ ചെയ്തിട്ടുണ്ട്. നസ്ലിൻ മാത്രമല്ല ഷറഫുണ്ട്, പിന്നെ ഇതിനകത്ത് ജഗദീഷ് ഉണ്ട്, വേറെ കുറേ ആക്ടേഴ്സ് ഉണ്ട്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ലൊരു എൻ്റർടൈനറാണ്. താങ്ക് യു. അടിപൊളി സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മൾ സാധാരണ സിനിമ കാണുമ്പോൾ നമ്മൾ വളരെ ടെൻഷൻ ഫ്രീ ആയി നമ്മളെ സുഖിപ്പിക്കുന്ന ആ ഒരു രീതിയിലാണ്. പക്ഷേ ഒരു തിരിച്ചടികൾ ഒരാളുടെ ലൈഫിൽ എങ്ങനെയാണ് കാണിക്കുക. സാധാരണ സിനിമകൾ നമ്മൾ തിരിച്ചടി കാണിച്ചിട്ട് അയാൾ ഉയർന്നു വരുന്നതും അത് നല്ലത് ചെയ്താൽ നല്ലത് സംഭവിക്കുന്നതും അങ്ങനെയാണ്. പക്ഷേ ഈ സിനിമ അഭിനവിൻ്റെ ഒരു സംവിധാന മികവ് തന്നെ എടുത്തു പറയേണ്ടതാണ്. കാരണം വളരെ റോ ആയിട്ടും വളരെ പച്ചയ്ക്ക് കാണിച്ചിട്ടുണ്ട് സിനിമയ്ക്കകത്ത് എന്താണ് സംഭവിക്കുന്നത്. അത് കഥ മോഷിക്കപ്പെട്ടിട്ടും പല വിവാദങ്ങളുണ്ടാക്കിയവർ വളരെ സക്സസ് ആയിട്ടും പോകുന്നുണ്ട്. പക്ഷേ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നവർ എവിടെ എത്താതെയും പോകുന്നുണ്ട്. അത് ആ ഒരു റിയാലിറ്റി വളരെ റിയലായിട്ട് തന്നെ ഈ സിനിമയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയുടെ എന്താണ് പറയുക, ചിലർക്ക് ഇഷ്ടപ്പെടാനും ഇഷ്ടപ്പെടാതിരിക്കാനും സാധ്യതയുണ്ട്. കാരണം എല്ലാം അങ്ങനെയാണ് നടക്കുന്നത്. എല്ലാം അവസാനം ഹീറോയ്ക്ക് നല്ലത് നടക്കണം അങ്ങനെ പ്രതീക്ഷിച്ച് പോകുന്നവർക്ക് ഈ സിനിമ ആ ഒരു ടൈപ്പ് സിനിമയല്ല. വളരെ പച്ചയ്ക്ക് വളരെ ഓപ്പണായിട്ട് പറയുന്ന ഒരു സിനിമയാണ്. ഒരു പുതിയ അനുഭവം തന്നെയായിരിക്കും. കാരണം കഥാപറച്ചിൽ അത് പക്ഷേ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് കണ്ടവർക്ക് നമുക്കറിയാം. അതിനകത്ത് നമ്മൾ അദ്ദേഹത്തിന് നായകൻ എങ്ങനെയുള്ള ഒരു ഡാർക്ക് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നുണ്ട്. ആ ഒരു പാറ്റേൺ തന്നെയാണ് ഈ സിനിമയ്ക്കകത്തും വരുന്നത്. പക്ഷേ ഇത് സിനിമയ്ക്കകത്തെ സിനിമ അതിനകത്ത് നടക്കുന്ന ഉള്ളുകളികൾ എല്ലാം വളരെ രസകരമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഒരു എൻ്റർടൈനറാണ്. പക്ഷേ ഒരു ഡാർക്ക് മോഡിലാണ് കഥ പറയുന്നത്. സിനിമാക്കാർക്ക് കൊട്ടുണ്ടോ ഇതിൽ? സിനിമാക്കാർക്കും എല്ലാ വിഷയം ഈ സിനിമ മാറ്റി നിങ്ങൾ വേറൊരു ഫീൽഡ് എടുത്ത് നോക്കൂ. നിങ്ങളൊരു കോർപ്പറേറ്റ് ഫീൽഡിൽ എടുത്തേക്ക് നോക്കൂ, വേറെ ഏത് ഫീൽഡിൽ എടുത്ത് നോക്കൂ. നിങ്ങൾ എത്രത്തോളം ക്രൂക്കഡാവുന്നോ നിങ്ങൾ അത്രത്തോളം സക്സസ് ആവും. അതിനകത്ത് അങ്ങനെ പറയാൻ ഒരാളുണ്ട് എന്നുള്ളതാണ് അഭിനവിൻ്റെ ഒരു പ്രത്യേകത. കാരണം എല്ലായിടത്തും ഗ്ലോറിഫൈ ചെയ്യുന്നവനും പിന്നെ എന്താ പറയുക പുകഴ്ത്തി കാണിക്കുന്നവനും കൂടുതൽ സാധ്യതകൾ ഉണ്ടെങ്കിൽ കൂടി അദ്ദേഹം പക്ഷേ ആ ഒരു പാത്ത് പിന്തുടരാതെ വളരെ പച്ചയ്ക്ക് ആ സിനിമയ്ക്കകത്ത് നടക്കുന്ന പല ഉള്ളുകളികളും അത് എനിക്കൊന്ന് സിനിമ മാത്രമല്ല, നിങ്ങൾ ഏത് വിഷയം എടുത്താലും ഏത് ജോലി സ്ഥലം എടുത്താലും ഈ ഒരു സംഭവം അവിടെ അപ്ലിക്കബിളാണ്. നിങ്ങൾ അവിടത്തേക്ക് ഈ ഒരു കഥ പറച്ചിൽ രീതി മാറ്റിക്കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് എല്ലാം നടക്കുന്നത്. അപ്പോൾ നമ്മൾ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് കണ്ടതിൻ്റെ അതേ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ഇമോഷൻ തന്നെയാണ് ഈ സിനിമയും ക്യാരി ചെയ്യുന്നത്. പക്ഷേ ഇത് കുറച്ചുകൂടെ വലിയ സ്കെയിലും വേറെ നമുക്ക് കുറച്ചുകൂടെ അറിയുന്ന ഒരു ഇൻഡസ്ട്രിയിലേക്കും കൂടെ വന്നതുകൊണ്ട് തന്നെ വളരെ ഇമ്പാക്ട്ഫുള്ളായിട്ട് തോന്നി അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ. പിന്നെ നസ്ലിൻ്റെ പ്രകടനമൊക്കെ വളരെ മെച്യൂർഡായിട്ടുള്ള ഒരു പ്രകടനം. അദ്ദേഹത്തിൻ്റെ ഒരു കോളേജ് രീതിയിലുള്ള അങ്ങനെയുള്ള രസകരമായ ക്യാരക്ടർ ചേർന്നിട്ട് ഇത് വളരെ മെച്യൂർഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതുപോലെ പോസ്റ്ററിൽ കാണാത്ത ഒരുപാട് നടന്മാർ എല്ലാവരും പെർഫോമൻസ് ടെക്നിക്കൽ സൈഡൊക്കെ ബ്രില്യൻ്റ് ആണെങ്കിൽ കൂടി ഇതിൽ എന്തായാലും എടുത്തു പറയേണ്ടത് കമൻറ്റബിൾ ആയിട്ടുള്ളത് അഭിനവിൻ്റെ ഈ ഡയറക്ഷൻ രീതി തന്നെയാണ്. അത് എല്ലാത്തിനും മുകളിൽ തന്നെ നിൽക്കുന്നുണ്ട്.